നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എസ്റ്റമാറ്റിൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ഫസ്റ്റ് കാർഡ് തന്നെ വന്നിട്ടുള്ളത് 3 of Cups എനർജിയാണ്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പില് നിങ്ങളും ഈ ഒരു പേഴ്സണും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് കണക്ഷൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത റിലേഷൻ ആണെന്നാണ് കാണിക്കുന്നത്. അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള ബോണ്ടിങ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കണക്ഷനാണ് നിങ്ങൾ തമ്മിലൊരു റിലേഷൻഷിപ്പിലോട്ട് മാറിയത് എന്ന് കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് തമ്മിൽ അത്രയും ഒരു പിരിയാൻ പറ്റാത്ത രീതിയിലൊരു ബോണ്ടിങ്ങിലോട്ട് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കണക്ഷൻ മാറിയതിനു ശേഷം നിങ്ങൾ തമ്മിലൊരു റിലേഷനായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു കണക്ഷനും ബോണ്ടിങ്ങും, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്ന സമയത്ത് ആ ഒരു സ്നേഹം, ആ ഒരു ബോണ്ടിങ് കണക്ഷൻ, അതാണ് ഇപ്പോൾ ഒരു റിലേഷൻ വരെ ഇതിപ്പോൾ എത്താനുണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ അങ്ങനെയാണ് ഇതൊരു റിലേഷനിലോട്ട് പോയത് എന്നാണ് കാണിക്കുന്നത്. ജസ്റ്റിസ് കാർഡാണ്. ഇത് യൂണിവേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു റിലേഷൻ ആയിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങൾ ഇങ്ങനെ ഒരു റിലേഷൻ ആയിട്ട് ഇത് മാറുന്നോ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു കണക്ഷൻ ആയിട്ട് ഒരു പിരിയാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻ ആയിട്ട് ഇത് മാറും നിങ്ങൾ വിചാരിച്ചിട്ടില്ല. പക്ഷെ യൂണിവേഴ്സ് ആയിട്ട് നിങ്ങൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കണക്ഷനെ ഈ ഒരു ലെവലിലോട്ട് കൊണ്ടുവന്നായിട്ടാണ് കാണുന്നത്. അത്രയും ബ്ലെസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയ റിലേഷനാണ് ഇത് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈ റിലേഷൻ നിങ്ങളിലേക്ക് വന്നപ്പോൾ നിങ്ങൾ മാനസികമായിട്ട് അത്രയും ഹാപ്പിനെസ് ഫീൽ ചെയ്ത റിലേഷനാണ് ഇത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് എന്ന് പറയുമ്പോൾ അത് അത്രയും ഒരു സ്ട്രെങ്തൻ ആയിട്ടുള്ള റിലേഷൻ, അത്രയും ബോണ്ടിങ്ങോട് കൂടി മുന്നോട്ട് പോകുന്ന റിലേഷനാണ് എന്നാണ് കാണിക്കുന്നത്. ജഡ്ജ്മെന്റ് കാർഡാണ്. ഇതും യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച, നിങ്ങൾ എന്താണോ യൂണിവേഴ്സിലോട്ട് കൊടുക്കുന്നത്, നിങ്ങൾ ഈ റിലേഷനെ കുറിച്ചൊരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് യൂണിവേഴ്സിലോട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ യൂണിവേഴ്സിന് കൊടുക്കുന്നത് എന്താണ്, ഇത് കണ്ടോ, ഈ ഒരു നിങ്ങൾ എന്താണോ അങ്ങോട്ട് കൊടുക്കുന്നത്, നിങ്ങളുടെ എനർജി എന്താണോ നിങ്ങൾ പുറത്തോട്ട് കൊടുക്കുന്നത്, ആ ഒരു എനർജിക്ക് അനുസരിച്ചാണ് നിങ്ങളുടെ ലൈഫിലോട്ട് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ആവുന്നത്. ആ ഒരു എനർജിക്ക് അനുസരിച്ചുള്ള സിറ്റുവേഷൻസ് ആണ് നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആവുന്നത്. നിങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫും സിറ്റുവേഷൻസും ആയിരിക്കും നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്റ്റഡ് ആവുന്നത്. അതല്ല, ഈ റിലേഷനെ കുറിച്ചും ഈ ഒരു പേഴ്സണെ കുറിച്ചുമുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും പോസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പും ആയിരിക്കും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ടാവുക. ക്യൂൻ ഓഫ് സോർഡ്സ് എനർജിയാണ്. ഇവിടെ നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ ഒരു തേർഡ് പേഴ്സൺ, ചിലർക്ക് തേർഡ് പേഴ്സൺ ഉണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ചിലർക്ക് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വഴക്കിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം കേട്ടോ. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു രണ്ടുപേരും തമ്മിലൊരു വാക്ക് തർക്കമോ പ്രശ്നങ്ങളോ ഒക്കെ വന്ന് വഴക്കിട്ടിരിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അവർ കുറച്ച് സ്ട്രോങ് ആയിട്ട് നിങ്ങൾ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ദേഷ്യപ്പെട്ടിരിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ പിന്നെ ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന് ഇടയ്ക്ക് ചിലർക്ക് ഒരു തേർഡ് പേഴ്സന്റെ പ്രസൻസ് ഉണ്ടായിരിക്കാം. അത് നിങ്ങളെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. അപ്പം അങ്ങനെയുള്ള കണക്ഷൻസ് നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അങ്ങനെ ഒരു തേർഡ് പേഴ്സൺ ഭയങ്കരമായിട്ടൊരു സ്ട്രോങ് ആയിട്ടുള്ള ലേഡി അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടൊരു തേർഡ് പേഴ്സന്റെ പ്രസൻസ് ഇവിടെ കാണുന്നുണ്ട്. ക്യൂൻ ഓഫ് വാൻസ് എനർജിയാണ്.
ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നത് കേട്ടോ. കാരണം ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് മാജിക് എനർജി ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. അവര് ഈ നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് സത്യം പറഞ്ഞ ഈ റിലേഷൻഷിപ്പില് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ബോണ്ടിങ്ങും സ്നേഹവും ഒക്കെ നല്ല രീതിയിൽ നടക്കുന്നതിനിടയ്ക്ക് ഈ ഒരു തേർഡ് പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണെ അവരെ സത്യം പറഞ്ഞാൽ അവർക്ക് ഈ റിലേഷൻ വേണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഈ റിലേഷനിൽ നിൽക്കാൻ ഒരു മനസമാധാനത്തോടു കൂടി അല്ലെങ്കിൽ നിങ്ങളോട് ആ ഒരു പഴയ ബോണ്ടിങ്ങോടും സ്നേഹത്തോടും കൂടി നിൽക്കാൻ പറ്റാണ്ട് മാറി നിൽക്കുന്ന സിറ്റുവേഷനാണ് കാണിക്കുന്നത്. ചില സമയത്ത് അവര് നിങ്ങളിലേക്ക് വരുന്നുണ്ടാവാം, നിങ്ങളെ മെസ്സേജ് ചെയ്യുന്നുണ്ടാവാം, പക്ഷെ അതിനേക്കാൾ സ്പീഡപ്പ് ആയിട്ട് വീണ്ടും അവർ ഈ റിലേഷൻ വിട്ടുപോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവാം. അപ്പൊ അങ്ങനെ ഒരു കൺട്രോൾഡ് ആയിട്ട് ബ്ലാക്ക് മാജിക് എനർജി ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് മാനസികമായിട്ട് ഈ റിലേഷൻ വേണമെന്ന് ആഗ്രഹം ഉണ്ടാവും താനും. എന്നാൽ ഈ ഒരു തേർഡ് പേഴ്സന്റെ ഈ ഒരു ബ്ലാക്ക് മാജിക് കാരണം അവർക്ക് ഈ റിലേഷനിൽ ഒരു സ്വസ്ഥമായിട്ട് നിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് ആ തേർഡ് പേഴ്സണുമായിട്ടുള്ള റിലേഷനിലോട്ട് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും. കാരണം അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവിടോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി ഉള്ള ഒരു മാനസികാവസ്ഥയായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവുക. അപ്പൊ അങ്ങനെയാണ് ഈ റിലേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ദ വേൾഡ് കാർഡാണ് ഈ ഒരു ബ്ലാക്ക് മാജിക് എനർജിയിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണ് പുറത്തു വരാൻ പറ്റുമെന്നാണ് കാണിക്കുന്നത്. ഒരു ചേഞ്ച് ഈ റിലേഷനിൽ വരും എന്നാണ് കാണിക്കുന്നത്. അതിന് യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ളൊരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് മുന്നോട്ടുണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. 8 ഓഫ് സോഴ്സ് എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ സത്യത്തിൽ ഒരു മാനസികമായിട്ട് കെട്ടിയിട്ട സിറ്റുവേഷൻ. അവരെ 8 ഓഫ് സോഴ്സ് എനർജിയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ മാനസികമായിട്ട് ഒരു കെട്ടിയിട്ട ഫീലിംഗിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. അതായത് അവരെ മനസ്സ് കംപ്ലീറ്റ്ലി മറ്റൊരാളുടെ കൺട്രോളിലാണ് നിൽക്കുന്നത്. ഈ ഒരു തേർഡ് പേഴ്സന്റെ ഒരു ബ്ലാക്ക് മാജിക് എനർജി അവരെ അത്രയും ഒരു സ്റ്റെക്കാക്കി നിർത്തിയിരിക്കുകയാണ്. ഒരു കെട്ടിയിട്ട പോലെ അത്രയും സ്റ്റെക്കാണ് അവര് ആ ഒരു റിലേഷനിൽ എന്നാണ് കാണിക്കുന്നത് കേട്ടോ. 8 ഓഫ് കപ്സ് എനർജിയാണ്. സത്യം പറഞ്ഞാൽ അവർക്ക് ഈ റിലേഷൻ വിട്ടുപോകാൻ ഒരിക്കലും ആഗ്രഹമില്ല. പക്ഷെ അവര് ഈ റിലേഷനിൽ നിന്ന് അകന്ന് നിൽക്കുന്നത് അവരുടെ കൺട്രോൾഡ് അല്ല എന്ന് കാണിക്കുന്നത്. അവരത്രയും പെയിൻഫുൾ ആയിട്ടാണ് ഈ റിലേഷൻ നിൽക്കുന്നത്, മാറി നിൽക്കുന്നത്. അവർക്ക് ഈ റിലേഷൻ വിട്ടുപോകാനോ നിങ്ങളെ പിരിയാനോ അവർക്ക് ആഗ്രഹമില്ല എന്ന് തന്നെ കാണിക്കുന്നത്. പക്ഷെ അവരെ നിർബന്ധപൂർവം അല്ലെങ്കിൽ ഇങ്ങനെയൊരു ബ്ലാക്ക് മാജിക് കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ ഈ റിലേഷനിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത് കേട്ടോ. 5 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ കരുതുന്നത് അവരുടെ ലൈഫിലെ നന്മകളൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടതായിട്ടാണ്. കാരണം മറ്റൊരു പേഴ്സന്റെ ഒരു ബ്ലാക്ക് മാജിക് എനർജിയുടെ കൺട്രോളിൽ നിൽക്കുമ്പോൾ അവരുടെ ലൈഫിൽ ഒരു കാര്യങ്ങളും നല്ലതായിട്ട് സംഭവിക്കുന്നില്ല. അപ്പൊ ആ ഒരു പെയിൻ, ആ ഒരു ഒറ്റപ്പെടൽ, ആ ഒരു ഫീലിങ്സ് എല്ലാം തകർന്നു. ആളെ കൊണ്ട് ഇനി മുന്നോട്ടൊന്നും ചെയ്യാൻ വയ്യ. ഈ റിലേഷന്റെ കാര്യത്തിലാണെങ്കിലും ഒരു പോസിറ്റീവായിട്ട് ഒരു കാര്യം ആൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ് ആൾ നിൽക്കുന്നത്. ആളുടെ ലൈഫിലെല്ലാം ഇനി എൻ്റെ ലൈഫിൽ ഒന്നുമില്ല, അല്ലെങ്കിൽ എനിക്ക് നേടാൻ വേണ്ടിയിട്ട് ഇനി ഒന്നുമില്ല, ഈ ഒരു തേർഡ് പേഴ്സന്റെ കൺട്രോളിൽ പെട്ടുപോയി എന്നുള്ള രീതിയിൽ അവര് സ്റ്റെക്കായി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. ഡേ ഡ്രീം എന്നാണ് കാണിക്കുന്നത്. അവര് പകൽ സ്വപ്നം കാണുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, അവര് നിങ്ങളെ കുറിച്ച് ഡ്രീം കാണുന്നുണ്ട്. ഡേ ഡ്രീം എന്നാണ് കാണിക്കുന്നത്. അവര് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് സ്വപ്നം കാണുന്നുണ്ട്, പകൽ സ്വപ്നം കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് എപ്പോഴും അവരുടെ ഓർമ്മകളിൽ നിങ്ങൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചാണ് അവരെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് കാണിക്കുന്നത്. മെസ്സേജസ് ഓഫ് ലവ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തുനിന്ന് ലവ് മെസ്സേജസ് വരാനുള്ള ചാൻസ് കാണിക്കുന്നുണ്ട്. ഒന്നുകിൽ അവർ നിങ്ങളെ കോൾ ചെയ്യും, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു മെസ്സേജ്, കോള്, എന്തായാലും അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. ഇല്യൂഷൻ എന്നാണ് കാണിക്കുന്നത്. ഈ ഒരു
റിലേഷനിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ അകന്ന് നിൽക്കുന്നത് സത്യം പറഞ്ഞ ഒരു ഇല്യൂഷനായിട്ടാണ് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അവരായിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഒരു ബ്ലാക്ക് മാജിക് എനർജിയുടെ എഫക്റ്റ് കൊണ്ട് അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇല്യൂഷനാണ് എന്നാണ് കാണിക്കുന്നത്. എക്സ്പെക്ടേഷൻസ് എന്ന് കാണിക്കുന്നുണ്ട്. അവർക്ക് ഈ റിലേഷന്റെ കാര്യത്തിൽ കുറച്ച് എക്സ്പെക്ടേഷൻസ് ഉണ്ട്. അതായത് ഈ റിലേഷനിൽ അവർക്ക് ഈ ഒരു ബ്ലാക്ക് മാജിക് എനർജിയിൽ നിന്ന് പുറത്തു വരാനും ഈ റിലേഷനിലോട്ട് തിരിച്ചു വരാനും പറ്റും എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ നിങ്ങളുടെ പേഴ്സൺ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പ്രോമിസ് എന്നാണ് കാണിക്കുന്നത്. അതായത് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രോമിസുകൾ അത് അവർ പാലിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് നിങ്ങൾക്ക് തന്നിട്ടുള്ള, അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ പ്രോമിസും അവര് പാലിക്കണം എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം ഏഞ്ചൽസിന്റെ. എസ് എന്നാണ് വന്നിട്ടുള്ളത്. ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്താണോ മുന്നോട്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു ആഗ്രഹം നടക്കും എന്നുള്ള രീതിയിലാണ് ഏഞ്ചൽസിന്റെ ഭാഗത്തു നിന്ന് മെസ്സേജ് വന്നിട്ടുള്ളത്. ബി അസേർട്ടീവ് എന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന്, അതായത് ഒരു തേർഡ് പേഴ്സന്റെ പ്രസൻസ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് അസേർട്ടീവ് ആയിട്ട് ഇരിക്കണം എന്നുള്ളതാണ് കേട്ടോ. നോ നീഡ് ടു വറി എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ വിഷമിക്കേണ്ട അല്ലെങ്കിൽ ഒരുപാട് ടെൻസ്ഡ് ആവേണ്ട സിറ്റുവേഷൻസ് ഇല്ല. റിലേഷന്റെ കാര്യത്തിലുള്ള ഈ ഒരു സിറ്റുവേഷൻ, അതായത് ഈ ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട്, ഈ ഒരു ബ്ലാക്ക് മാജിക് എനർജി, അതിലൊക്കെ വ്യത്യാസങ്ങൾ വരും, അതിലൊക്കെ മാറ്റങ്ങൾ വരും. യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്ന് അതിനനുസരിച്ചുള്ള ഒരു ബ്ലെസ്സിങ്സ് ഉണ്ടാവും നിങ്ങൾക്ക് മുന്നോട്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ക്ലോസ് കൂടി നോക്കാം. ഭരണി, ചോതി, 1991, 1988, ജനുവരി, രോഹിണി, ലെറ്റർ ടി, ലെറ്റർ എഫ്, ലെറ്റർ എൻ, ലെറ്റർ ഡി, ലെറ്റർ ആർ. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.